ഭരണഘടനയുടെ ആഭിമുഖ്യത്തിൽ നിന്ന് സോഷ്യലിസം, മതേതരത്വം എന്നീ വാക്കുകൾ നീക്കം ചെയ്യണമെന്ന് RSS. സംഘടനയുടെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളെ ആണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ന്യൂഡൽഹിയിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയാണ് അദ്ദേഹം ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചത്. അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് കൂട്ടിച്ചേർത്ത ഈ വാക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. അംബേദ്കർ വിഭാവനം ചെയ്ത ആമുഖത്തിന്റെ സോഷ്യലിസം, മതേതരത്വം എന്നീ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. രണ്ട് വാക്കുകളും ഒഴിവാക്കുന്നത് പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ തന്നെ ഇത്തരമൊരു ആവശ്യം പല കോണിൽ നിന്നും ഉയർന്നിരുന്നതാണ്. 2024 നവംബറിൽ സമാനമായ ആവശ്യമുയർത്തി ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് ഇത് സംബന്ധിച്ച വിധി അന്ന് പ്രഖ്യാപിച്ചത്. സോഷ്യലിസം എന്നത് അതിന്റെ പുസ്തകത്തിൽ പറയുന്ന രീതിയിൽ സർക്കാർ നിയന്ത്രിത സാമ്പത്തിക സംവിധാനം കണക്കാക്കേണ്ടതില്ല. ഇന്ത്യയെ സംബന്ധിച്ച് എല്ലാവർക്കും തുല്യ അവസരവും വികസനവും ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള ക്ഷേമരാഷ്ട്ര സങ്കല്പമായി അതിനെ കണ്ടാൽ മതി. മതേതരത്വം എന്നത് ഓരോ പൗരന്റെയും മതസ്വാതന്ത്ര്യം കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വാക്കുകളിലും പ്രശ്നമില്ല എന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്ന് സോഷ്യലിസം, മതേതരത്വം എന്നീ വാക്കുകൾ നീക്കണമെന്ന് RSS ജനറൽ സെക്രട്ടറിയുടെ പരാമർശം ഭരണഘടന തകർക്കാനുള്ള ദീർഘകാല ഗൂഢാലോചനയെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഭരണഘടനയുടെ ആത്മാവിന് നേരെയുള്ള ആക്രമണമെന്നും കോൺഗ്രസ് വിമർശിച്ചു. ഭരണഘടന കത്തിച്ച ചരിത്രമുള്ള സംഘടനയാണ് RSS. ഭരണഘടനയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമത്തെ കോൺഗ്രസ് ചെറുക്കുമെന്നാണ് വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.